എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൃശ്ചികം 1 മണ്ഡലകാല ആരംഭം. എല്ലാവരും മാലയൊക്കെ ഇട്ട് അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണല്ലേ. 41 ദിവസം വ്രതമൊക്കെ എടുത്ത് എവിടെയും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം. അപ്പോൾ ഇന്ന് തുടക്കമല്ലേ, മണ്ഡലകാലം തുടക്കമാണ്. അപ്പോൾ ഞാൻ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് നേരത്തെ മാവൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആ വീഡിയോ. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ഒന്ന് കണ്ടുവരാം. അപ്പോൾ അതാ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരി അരച്ചും ഉണ്ടാക്കാം. ഞാൻ അരിപ്പൊടി എടുത്തു എന്നേ ഉള്ളൂ. അരിപ്പൊടി ഒരു 400 ഗ്രാം എടുത്തു. ശർക്കര ഒരു 600 ഗ്രാം എടുത്തിട്ടുണ്ട്. മധുരം കുറച്ച് വേണ്ടുന്നവർക്ക് കുറച്ചധികം എടുക്കാം. 600 എന്ന് പറയുന്നത് തന്നെ നല്ല മധുരം ഉണ്ടാവും. പിന്നെ പഴം ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളത്. ഇത് മൈസൂർ പൂവിൻ്റെ പഴമാണ്. പാളയങ്കോട് എന്നൊക്കെ പറയില്ലേ, അതാണ്. കുറച്ച് എള്ള്, ഒരു അര ടീസ്പൂൺ എള്ള്, കുറച്ച് ജീരകം, വളരെ കുറച്ച് മതി. അതേപോലെ തേങ്ങാക്കൊത്ത്, അതൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ച് എടുക്കാം കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ ധാരാളം വേണ്ടവർക്ക് അങ്ങനെ ഇടാം. എന്നാലും ഇതാ ഇത്ര മതിയാവും. ഇനി ഇത് ശർക്കര ഒന്ന് ഉരുക്കി അരിച്ചെടുക്കണം. എന്നിട്ട് ഞാനിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. അതേപോലെ തേങ്ങാക്കൊത്ത്, എള്ള് ഇതൊക്കെ നെയ്യിലാണ് വറുത്തിടുന്നത്. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം കലക്കി വെച്ച മാവാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഇതാ നമുക്ക് ചട്ടി വയ്ക്കാം, ഉണ്ണിയപ്പം ചട്ടി വയ്ക്കാം. ഒരു കാര്യം മറന്നില്ലേ? എന്താണ്? അച്ഛൻ ഒരു കാര്യം മറക്കാണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, ഇന്നൊരു അയ്യപ്പൻ്റെ ഒരു ഗാനം പാടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത്ര വലിയ പാട്ടുകാരിയൊന്നുമല്ല കേട്ടോ. എന്നാലും ഇങ്ങനെ വീട്ടിലിങ്ങനെ അത്യാവശ്യം ഞാൻ മൂളും. അപ്പോൾ ഇവരൊക്കെയാണ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാർ. എന്തായാലും ഇന്ന് വൃശ്ചികം 1 അയ്യപ്പൻ്റെ കാലമാണ്. അപ്പം നമുക്ക് എന്നെക്കൊണ്ടാവുന്ന പോലെ ഒരു കുഞ്ഞു പാട്ട് ഞാൻ പാടാം. പൊന്നും തൃപ്പടിക്കൽ നീരാഞ്ജനം കത്തിജ്വലിക്കും നിൻ മാമലയിൽ ശരണാരവം. പൊന്നും തൃപ്പടിക്കൽ നീരാഞ്ജനം കത്തിജ്വലിക്കും നിൻ മാമലയിൽ ശരണാരവം. കന്നിഭക്തന്മാർ ചവിട്ടി മുന്നിലെത്തുമ്പോൾ കനിഞ്ഞും ദർശനം നീ നൽകിയിടേണേ ശബരീശ്വര. കന്നിഭക്തന്മാർ ചവിട്ടി മുന്നിലെത്തുമ്പോൾ കനിഞ്ഞും ദർശനം നീ നൽകിയിടേണേ ശബരീശ്വര. കുളത്തൂർ പുഴയിലെ ബാലകനെ അച്ഛൻ കോവിലാണ്ടവനെ ആര്യൻ കാവിലയ്യനെ അനാഥ പാലകനെ സ്വാമി. കുളത്തൂർ പുഴയിലെ ബാലകനെ അച്ഛൻ കോവിലാണ്ടവനെ. ഞാൻ പാടിയതിലെല്ലാം തെറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാവരും ക്ഷമിക്കുക. എനിക്കറിയുന്ന പോലെ ഞാനൊന്ന് മൂളിയെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഇതാ മാവിൻ്റെ കട്ടി കണ്ടോ? ഇതിങ്ങനെയാണ് മാവ് വേണ്ടത്. പാകത്തിന് വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ ചിലരൊക്കെ ഇതിൽ ബേക്കിംഗ് സോഡയൊക്കെ ഇടാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ചേർക്കുന്നവർക്ക് ചേർക്കാം. ഞാനിതൊന്നും ചേർത്തിട്ടില്ല. പലരും പലതും ചേർക്കാറുണ്ടല്ലേ, മൈദയോ റവയോ അങ്ങനെയൊക്കെ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. അപ്പം നമുക്ക് സ്റ്റൗ കത്തിക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കണേ. അപ്പോൾ അതാ എണ്ണ ഇവിടെ മൂത്തിട്ടുണ്ട്. നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. കുഞ്ഞിലെ ഞാനും ശബരിമലയിൽ പോയിട്ടുണ്ട് കേട്ടോ.
വളരെ കുഞ്ഞിലെ അച്ഛൻ്റെ കൂടെ. പിന്നെ ആ ഒരു ചെറിയൊരു ഓർമ്മയുണ്ട് എനിക്ക്. പേട്ട തുള്ളിയതൊക്കെ ഓർമ്മയുണ്ട്. പേട്ട തുള്ളാൻ പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞു, എല്ലാവരും കൂടെ ഈ തുള്ളുന്ന കണ്ടിട്ടേ, മുഖത്തിങ്ങനെ ചായയൊക്കെ തേച്ചിട്ട്. അങ്ങനത്തെയൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു ഓർമ്മ. പിന്നെ ഒരു ഭാഗ്യം കിട്ടിയ എന്താ വെച്ചാൽ, എൻ്റെ മോള് അവിടെ നറുക്കെടുക്കാൻ പോയിട്ടുണ്ട്, മാളികപ്പുറത്ത് മേൽശാന്തിയെ. അവളന്ന് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അതും ഒരു ഭാഗ്യമാണ്, അയ്യപ്പൻ തന്ന ഭാഗ്യമാണ് എല്ലാം. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ശർക്കരയ്ക്കൊരു പിന്നെ നല്ലൊരു കറുപ്പ് നിറമല്ലായിരുന്നേ, അതാണ്. അപ്പോൾ ഇതാ നമ്മുടെ അപ്പം ഇവിടെ ആയിട്ടുണ്ടേ, നമുക്കിതെടുക്കാം. ബാക്കിയുള്ള മാവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മാവുണ്ടല്ലോ, മാവ് എത്രത്തോളം ഇരിക്കുന്നോ അത്രയും നല്ലതാണ്, അത്രയും അപ്പം നന്നാവും. ഞാനൊരു 1.5 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു മാവ്. ശരിക്കും അതിൽ കൂടുതൽ വയ്ക്കാം കേട്ടോ. അത്രത്തോളം അപ്പം നല്ല സോഫ്റ്റാവും എന്നാണ് പറയുക. ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് മുമ്പും. കുറച്ച് സമയം വയ്ക്കണം മാവ് നന്നാവണമെങ്കിൽ. ഒരു ചോദ്യം, ഈ ഉണ്ണിയപ്പം നെയ്യപ്പം തമ്മിൽ എന്താ ശരിക്കും വ്യത്യാസം? എന്താ ഉണ്ണിയപ്പം നെയ്യപ്പം തമ്മിൽ എന്താ വ്യത്യാസം? ഉണ്ണിയപ്പത്തിൻ്റെയും നെയ്യപ്പത്തിൻ്റെയും കൂട്ടൊക്കെ നമ്മൾ ഒരുപോലെ തന്നെ എടുക്കാറ്. വ്യത്യാസം എന്ന് പറയുന്നത് അത് ചീനച്ചട്ടിയിൽ ഒഴിക്കും, നല്ല വലിയ ഇതായിട്ട്. ഇതിങ്ങനെ ഇതിലും ഒഴിക്കും. എനിക്ക് ആ ഒരു വ്യത്യാസമേ അറിയുള്ളൂ മോളെ. അത് കൂടുതലായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇതിപ്പോൾ അടുത്ത സെറ്റ് നമുക്ക് വാങ്ങാനായിട്ടുണ്ട്, നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാമേ. ഈ അപ്പം എന്താ മണി, ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോണു. നിന്നെ പോലെയുള്ള അപ്പ അതോ ഗൗതത്തിനെയോ? എന്നെ പോലെ അല്ല എന്തായാലും. നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പം ഞാൻ ഇതിൽ നിന്നൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ? അപ്പോൾ അതാ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് നേരം മാവ് വയ്ക്കണം. നമ്മൾ ഒന്ന് എന്താ പറയുക, കുറച്ച് രാവിലെ കലക്കി വെച്ചാൽ നമുക്കൊരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.